കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സൗമ്യ വധക്കേസ് പ്രതിയായ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പുനരാവിഷ്കരിച്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. മഞ്ചേരി മാലംകുളത്തെ സ്വകാര്യ ഭൂമിയിലെ കൂറ്റൻ മതിലിനു മുന്നിലായി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് പോലീസ് പറയുന്ന മാതൃക അൻവർ പുനരാവിഷ്കരിച്ചു. സർക്കാരിനു വേണ്ടി പോലീസും ജയിൽ അധികൃതരും അവതരിപ്പിക്കുന്ന കഥ കള്ളമാണെന്നും വിവാദങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള നാടകമായിരുന്നു ജയിൽ ചാട്ടമെന്നും PV അൻവർ ആരോപിച്ചു. ജയിലഴിയുടെ കമ്പിക്ക് സമാനമായ കാസ്റ്റ് അയണും മുറിക്കാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡും ജയിൽ മതിലിന് സമാനമായ കൂറ്റൻ മതിൽക്കെട്ടിന് മുന്നിൽ അടുക്കിവെച്ച വീപ്പയും മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ഉപയോഗിച്ചുവെന്ന് പറയുന്ന തുണിയിൽ തീർത്ത കയറുമെല്ലാം സ്ഥാപിച്ചായിരുന്നു അൻവറിന്റെ ജയിൽ ചാട്ട അവതരണം. ഈ 3 ഡ്രമ്മിനി അതിന്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ അല്ലേ, അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും, പറക്കുന്തളിക. ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്ന് കയറി ഗോവിന്ദച്ചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക? നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ്. ഇപ്പൊ 3 ഡ്രമ്മിന്റെ മുകളിൽ കയറിയെന്ന് വിചാരിക്കുക, അതിന്റെ മുകളിൽ നിന്ന് ആ തുണിയിലേക്ക് എങ്ങനെ എത്തും? ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദച്ചാമിക്ക്? അപ്പൊ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. 6 മീറ്ററിൽ പോലും 6 മീറ്റർ ആണെങ്കിൽ ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം. ജയിൽ അധികൃതർ ഇപ്പോൾ പറയുന്ന കഥകൾ പ്രകാരം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഒരിക്കലും സാധ്യമല്ലെന്നും അൻവർ സമർത്ഥിക്കുന്നു. 1000 ഹാക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ജയിൽ കമ്പി മുറിക്കാനോ വളയ്ക്കാനോ കഴിയില്ലെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഗോവിന്ദച്ചാമി മുറിച്ചുവെന്ന് പറയുന്നത്. ജയിൽ വളപ്പിലെ കൂറ്റൻ മതിൽ ഒറ്റക്കയ്യനായ ഒരു മനുഷ്യൻ പരസഹായമില്ലാതെ ചാടിയെന്നത് അവിശ്വസനീയമാണെന്നും അൻവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.